അസ്സലാമലൈക്കും. ഇന്ന് ന്യൂ ഇയർ ആയ കാരണം അല്ല നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവേട്ടാ. നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ട് സ്പെഷ്യലായിട്ട്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എന്താ സ്പെഷ്യല്? ബിരിയാണി, നെയ്ച്ചോറ്. അപ്പൊ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യുക, ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ വീഡിയോ ഉണ്ടല്ലോ. ഇന്ന് നമ്മള് ന്യൂ ഇയർ ആയിട്ട് നമ്മള് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകട്ടാ. അപ്പോൾ ഇന്നലെ ഞങ്ങളിന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 സവാളയും 2 ഉരുളൻകിഴങ്ങും തക്കാളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊരു അടുപ്പുണ്ടാക്കിയിട്ടോ ഒക്കെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം വാടി കിട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഒരു കുക്കിംഗ് വീഡിയോസൊക്കെ നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ന്യൂ ഇയറൊക്കെ അല്ലേ എന്ന് കരുതിയിട്ടുണ്ടാക്കിയത് കേട്ടോ. അത് ന്യൂ ഇയറിൻ്റെ അന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും പിന്നെ എല്ലാത്തിനും ടൈം കിട്ടുന്നില്ല കേട്ടോ. അതാണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത്. മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ ഇന്ന് കാണാറൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഞാനങ്ങനെ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാം വാടിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ കുറച്ച് മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നന്നായിട്ടുണ്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ കേട്ടോ. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്കൊക്കെ ഇപ്പോൾ വളരെ കുറവായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മൾ വീഡിയോ മറ്റുള്ളത് കാണാത്തത് കൊണ്ട് എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നെയ്ച്ചോറ് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് കൊടുത്തിട്ടില്ല. കാരണം എന്താണ് കേട്ടോ, വീഡിയോ എടുക്കാൻ നമുക്ക് കുറേ പരിമിതികളൊക്കെ ഉണ്ട്. ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടേ പിന്നെ വീഡിയോ എടുക്കലൊന്നെല്ലാം കൂടി നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ചാച്ചുമോനും കൂടിയിട്ട് നമ്മളെ സ്വത്തുനി റിസുമോനൊക്കെ മദ്രസയൊക്കെ ഉണ്ടാക്കി വന്നിട്ട് കേട്ടോ ഈ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ റെഡി ആയതിന് ശേഷം ഞാനും മക്കൾസൊക്കെ എന്നിട്ട് ചോറൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ചാച്ചുമോനും എൻ്റെ ആയുഷും റിസുമോനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ ചോറൊക്കെ തിന്നാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾസിനെ ഇലൊക്കെ വെട്ടിയിട്ട് കേട്ടോ അവർ ചോറിനായിരിക്കുന്നത്. അപ്പോൾ പിന്നെ വിശന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പാട്ടും കൂട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറൊക്കെ കൊടുത്തു. അവർക്ക് വിളമ്പിയ പ്ലേറ്റിൽ ഞാൻ ഇരുന്നിട്ട് ചോറൊക്കെ തന്നെയാണ്. 2 കഷ്ണം ചിക്കൻ പൊരിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഇരുമ്പമ്പുളിങ്ങ അച്ചാറും പിന്നെ കച്ചമ്പറ് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചോറൊക്കെ തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയിൽ ഞാൻ ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഇവിടെ മക്കൾസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കുടുംബശ്രീക്കാരെ വക കേട്ടോ. അപ്പോൾ അതിൽ മോള് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. മോളെ ഡാൻസ് ഇട്ട് നമ്മളെ ഫോൺ ഇട്ടിട്ട് പാട്ടിട്ടൊക്കെയായിരുന്നു. ആ പാട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. അത് കാരണം അതൊന്നും എടുത്തില്ല. ഭയങ്കര പാട്ടും ഡാൻസും കളികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾസിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. താത്തമാരൊക്കെ പാട്ടൊക്കെ പാടി കളിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഒരു 11 മണിക്കാട്ടോ വീട്ടിലേക്ക് വന്നത്. എന്തായാലും പ്രാവശ്യത്തെ ന്യൂ ഇയർ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മോൾസിന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വാച്ചും പിന്നെ ഒരു കപ്പട്ട കിട്ടിയിരിക്കുന്നത്. മാഷാ അല്ലാ, എന്തായാലും പ്രാവശ്യത്തെ ആദ്യത്തെ ഗിഫ്റ്റ് ആട്ടോ ദീമോൾക്കട്ട കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞു. പിന്നെ ട്രോഫിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 11 മണിയൊക്കെ തന്നെ വീട്ടിലേക്ക് പോയിട്ട് കാരണം അതൊന്നും പിന്നെ കിട്ടിയില്ല. ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഇപ്രാവശ്യത്തെ കോപ്പിറൈറ്റ് കിട്ടുന്നത് ന്യൂ ഇയറിൻ്റെ ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളും ഇനിയുള്ള മാസങ്ങളും ഇനിയുള്ള വർഷങ്ങളും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ചെയ്യുക. പിന്നെ എന്താ പറയുക, എന്നും സുഖവും ദുഃഖവും മാത്രം പോലെ അല്ലേ. ഒരു സുഖത്തിനൊരു ദുഃഖമുണ്ട്, ഒരു ദുഃഖത്തിനൊരു സുഖമുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ജീവിതം അങ്ങോട്ട് ഹാപ്പി ആവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും
പഠിച്ചവനോട് നല്ല ദുആ ചെയ്യുക. എല്ലാം ശരിയാവാൻ വേണ്ടിയിട്ടും എല്ലാം റെഡിയാവാൻ വേണ്ടിയിട്ടും. നമുക്ക് വീടൊക്കെ വേണം. വീടില്ലാത്തവരും ഒരുപാട് കഷ്ടപ്പെടുന്നവരൊക്കെ ഈ ലോകത്ത് ഒരുപാടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ കൂടിയിട്ട് ചിരിച്ച് കളിച്ച് എല്ലാവരും കൂടെ നോക്കുക. അപ്പം നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലോണം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഞങ്ങളെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.